പൊഴിയൂരിന്റെ തീരമേഖലയുടെ ദുരിത കാഴ്ചകൾ അത് വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി അഷിൻ ഡിയാഗോ അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം ചേരും. അഷിൻ, ഗുഡ് ഈവനിങ്, കേൾക്കാമോ? സുജയ, കേൾക്കാം. പൊഴിയൂരിന്റെ അവസ്ഥ ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയുകയായിരുന്നു. നിരവധി വീടുകളിൽ 200-ലധികം വീടുകൾ വെള്ളം കയറി അവിടുത്തെ ആളുകൾ ദുരിത ജീവിതത്തിലേക്ക്, ക്യാമ്പുകളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. വിവിധയിടങ്ങളിലായി എത്ര ക്യാമ്പുകൾ ഇതിനകം സജ്ജമായിട്ടുണ്ട്? അവിടെയുള്ള ആളുകൾക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? തീരത്തിന്റെ ഒരു അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ് അഷിൻ? സുജയ, കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായിട്ടുള്ള കടലാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പൊഴിയൂർ മേഖല. കാരണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് പൊഴിയൂർ ബീച്ച് റോഡാണ്. ഈ ബീച്ച് റോഡ് ഇന്നലെ ഉണ്ടായ കടലാക്രമണത്തിൽ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയാണുള്ളത്. കടൽ ഇങ്ങ് ഉള്ളിലേക്ക് കുറേ അധികം കയറിയിട്ടുണ്ട്. മാത്രമല്ല അതിശക്തമായ ഒരു തിരയടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന 2 പന്തലുകൾ തന്നെ ഇടിഞ്ഞ് താഴ്ന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല ഇവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ രീതിയിൽ കടൽക്ഷോഭം ഇവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളെ ഇത് വളരെ പ്രതികൂലമായി തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. കടലാക്രമണം അതിരൂക്ഷമായിരിക്കുന്നു. ഇവിടെ ബീച്ച് റോഡ് പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ഇനി 2 ദിവസം കൂടി ഇത്തരത്തിൽ ഈ ഒരു കടലാക്രമണം തുടരാനാണ് സാധ്യത എന്നുള്ളതാണ് മുന്നറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് മാത്രം 100-ലേറെ വീടുകളിലേക്കാണ് വെള്ളം തിരമാല അടിച്ചു കയറിയത്. ഏതാണ്ട് 6 വീടുകളോളം ഭാഗികമായി തകർത്തിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളെയെല്ലാം ഈ ജനവാസ മേഖലയിൽ ഈ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ആളുകളെയെല്ലാം ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊഴിയൂർ യു പി സ്കൂളിലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. നിലവിൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ബാധിതരായിട്ടുള്ള ആളുകൾ മാത്രമാണ് അവിടേക്ക് പോയിട്ടുള്ളത്. പിന്നീട് അറിയിപ്പുകൾ പ്രകാരം പോകാം എന്നൊരു തീരുമാനത്തിലേക്കാണ് ബാക്കിയുള്ളവർ. പക്ഷേ എന്തായാലും 2 ദിവസം കൂടി ഇത്തരത്തിൽ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളെയും അതുപോലെ തന്നെ ഈ തീരദേശവാസികളെയും സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. ചേട്ടാ, ഈ കടലടിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം മുതൽ കടലടിക്കുന്നു. ഷോം കൂടിയത് അതിനു മുമ്പ് 1 കൊല്ലം പോലായി ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട്. ആരും ഒന്നും തിരിഞ്ഞു നോക്കാൻ വന്നിട്ടില്ല. ആരും വന്നിട്ടില്ല. വരുമ്പോൾ പറയണം ഞങ്ങൾ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ ആരും ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. നിങ്ങൾ ക്യാമ്പിലേക്ക് എത്ര പേര് മാറ്റിയിട്ടുണ്ട്? ഇഷ്ടംപോലെ ആൾക്കാർ ക്യാമ്പിലോട്ട് പോയിട്ടുണ്ട്. പോയെന്ന് അറിയത്തില്ല. എൻ്റെ വീട് മുകളിലാണ് ഇരിക്കുന്നത്. ഞാൻ മത്സ്യത്തൊഴിലാണ്. ഇപ്പോൾ ഞാൻ പണിക്ക് പോകാണ്ട് വന്നതാണ്. നിൽക്കാനെല്ലാം ഇട്ടിട്ട് വന്നതാണ്. ഇവിടെ ഇങ്ങനെ ഈ ഒരു അപകട സാധ്യത നേരത്തെ തന്നെ ഉണ്ടായിരുന്നതോ? നേരത്തെ ഉണ്ടായിരുന്നു. ഈ പാർക്കൊക്കെ നേരെ ഉള്ളിൽ ഇരുന്നതാണ്. ഇവിടെ പാർക്കുണ്ടായിരുന്നു. കായലും കടലും ഒരുമിച്ചായി കഴിഞ്ഞു. നമ്മളെ കൊണ്ട് ഇനി ഒരു മാർക്കും ഇല്ല. മത്സ്യത്തൊഴിലാളി എവിടെ ജീവിക്കും? അതായത് ജനപ്രതിനിധികൾ ആരും തന്നെ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊരു ആക്ഷേപവും കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകും.